കേന്ദ്ര സംഘത്തിന്റെ പ്രതിനിധികൾ ശ്രീ രാജീവ് കുമാർ അടക്കമുള്ളതായിരിക്കുന്ന കേന്ദ്ര പ്രതിനിധി സംഘവുമായിട്ടുള്ള ചർച്ച, ആ ചർച്ചയിൽ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളെ സംബന്ധിച്ചും, അവിടെ മനുഷ്യ സമ്പത്തിന് നടന്ന നഷ്ടം, പ്രകൃതിക്ക് നടന്ന നഷ്ടം, അവിടെയുള്ള റോഡ്സ്, അവിടെയുള്ള ബ്രിഡ്ജസ്, അവിടെ നമ്മുടെ ജീവനോപാധികളുമായി ബന്ധപ്പെട്ട് നടന്ന നഷ്ടം, അവിടെയുള്ള ബിൽഡിങ്ങുകൾ, അവിടെയുള്ള സ്ട്രക്ചറുകൾ, അവിടെയുള്ള വീടുകൾ, അവിടെയുള്ള KSEB, അങ്ങനെ തുടങ്ങി ഏതെല്ലാം തരത്തിലുള്ളതായ നഷ്ടങ്ങൾ സംഭവിച്ചോ ആ നഷ്ടങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അവരോട് വിശദീകരിച്ചു. 1200 കോടിയിൽ പരം രൂപയുടെ വലിയ നാശനഷ്ടം എല്ലാ മേഖലകളും കൂടെ സംഭവിച്ചതായി അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഒരു ലൈവ്ലിഹുഡ് മുഴുവൻ തിരിച്ചു പിടിച്ച് ആളുകളെ കൃത്യതയോടുകൂടി പുനരധിവാസ പ്രവർത്തനം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ 2000 കോടിയിൽ അധികം രൂപയുടെ ആവശ്യമായി വരും എന്നുള്ള ഒരു ഏകദേശ എസ്റ്റിമേറ്റും അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ശ്രീ രാജീവ് കുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഈ ലാൻഡ് സ്ലൈഡ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് മുമ്പേ ഉണ്ടായിട്ടുള്ള മറ്റു വല്ല ലാൻഡ് സ്ലൈഡിൻ്റെയും ക്രാക്കുകളും അതിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമായി മാറാം. ഈ ലാൻഡ് സ്ലൈഡിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ വിഷ്വൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു വീഡിയോ പ്രസൻറ്റേഷൻ. ആ വീഡിയോ പ്രസൻറ്റേഷനിൽ ചിലയിടങ്ങളിൽ ക്രാക്കുകളുണ്ട്. ആ ക്രാക്കുകൾ ഭാവിയിൽ അപകടം വരുത്താവുന്നതാണ്. അത് വളരെ സീരിയസ് ആയി കരുതണം. ജനങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യമായി നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഗൗരവമായി സർക്കാർ എടുക്കണം. അതിനനുസരിച്ചതായിരിക്കുന്ന നടപടികളിലേക്ക് പോകണം. അതായത് 1984 ഇതിന് മുൻപ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. തകർന്ന വീടുകൾ മാത്രമല്ല, ആ പ്രദേശത്ത് ഇപ്പോൾ പുഞ്ചിരിമട്ടത്ത് മുമ്പുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ്, പുത്തുമലയിൽ മുമ്പുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഉണ്ടാകാവുന്നതായിരിക്കുന്ന ക്രാക്കുകളും ഭൂമിയുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളും പുതിയ ഉരുൾപൊട്ടൽ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് അദ്ദേഹം നടത്തിയതായ സംസാരത്തിൻ്റെ രത്നച്ചുരുക്കം. അത് വളരെ ഗൗരവതരമാണ്. അതിൽ പുത്തുമല അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ക്രാക്ക് കണ്ട സമയത്താണ് അദ്ദേഹം വരുന്ന സമയത്ത് ഈ കാര്യം പറഞ്ഞത്. അതായത് മുൻപുണ്ടായത് 1980-കളിലാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അന്നുണ്ടായ വിള്ളലുകൾ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന് കാരണമായി. ഇപ്പോഴും അവിടെ വിള്ളലുകളുണ്ട് അല്ലേ? ഇപ്പോൾ അവിടെ വിള്ളലുകൾ കണ്ടിട്ടുണ്ട്. ആ വിള്ളലുകൾ ഭാവിയിൽ അപകടം വരുത്താവുന്ന വിള്ളലുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് അവിടെ സുരക്ഷിതമായി താമസിക്കുന്നതിന് വലിയ പ്രയാസകരമായ സാഹചര്യം ഉടലെടുക്കാവുന്നതാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. എത്ര സ്ഥലത്ത് ആ രീതിയിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. അതിന് വീഡിയോ കണ്ട സമയത്ത് ഒന്നിലേറെ ഇടങ്ങളിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതായ കാര്യം. അത് കൂടുതൽ ഈ ഒരു വിവരം കിട്ടിയത് കൊണ്ട് തന്നെ അത് വിശദമായി പരിശോധിക്കപ്പെടണം. വളരെ സീരിയസ് ആയിട്ടുള്ള പരിശോധനയ്ക്ക് അത് വിധേയമാക്കണം. അതിൻ്റെ സ്വാധീനം എത്രത്തോളം വരും എന്നുള്ളതും പരിശോധിക്കപ്പെടണം. അതിനനുസരിച്ചതായിരിക്കുന്ന പ്രിക്കോഷണറി സ്റ്റെപ്സും ഉണ്ടാവണം. പ്രത്യാഘാത പഠനവും ഭാവിയിൽ വരാവുന്നതായ ദുരന്തത്തിൻ്റെ സൂചനകളെക്കുറിച്ചുള്ളതായ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷനാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ആ ഇൻഡിക്കേഷൻ ഗൗരവമായി എടുത്തുള്ള പരിശോധനവും മീറ്റിഗേഷൻ സ്റ്റെപ്സും ഇപ്പം തന്നെ ആരംഭിക്കണം.